പോലും ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരമായ യൂണിവേഴ്സിറ്റികളിൽ മാത്രം പഠിപ്പിച്ചിരുന്ന ഷേക്സ്പിയറിന്റെയും ടോൾസ്റ്റോയുടെയും ദോസ്തോവസ്കിയുടെയും ഒക്കെ നാടകങ്ങളെയും നോവലുകളെയും നോവലറ്റുകളെയും ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നർമ്മങ്ങൾ എന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ വലിയ ഒരു സാമൂഹികമായ മുന്നേറ്റത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചു. കഥകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതും കുമാരനാശാന്റെ വാക്കുകളിലൂടെ അതിന്റെ പ്രേരണ ഉൾക്കൊണ്ട് ആദ്യത്തെ കഥയുണ്ടായതും ഒക്കെയായ ചരിത്രം ഒട്ടനവധി പേർ എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ചതാണ്. അതുകൊണ്ട് അതിന്റെ ചരിത്രപരമായ കഥാപ്രസംഗത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഇനിയും പോകുന്നില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനകത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷ അല്ലെങ്കിൽ സാഹിത്യപരമായ ഒരു കൃതിയെ നമ്മൾ എടുക്കുമ്പോൾ അതൊരു ലിറ്റററി ഡൊമെയിനകത്താണ് നിൽക്കുന്നത്. അതിൻ്റെ മാധ്യമം എന്ന് പറയുന്നത് വാക്കുകളാണ്. വേർഡ്സ് ആർ ദ സിംപ്ലസ്റ്റ് യൂണിറ്റ്. വാക്കുകൾ എന്ന മാധ്യമത്തിലൂടെയാണ് നമ്മിലേക്ക് അതിലെ ആശയങ്ങളും വിചാരങ്ങളും ഒക്കെ അവിടെ എഴുത്തുകാരൻ സംവദിക്കുന്നത്. കഥാപ്രസംഗത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ബ്രോഡ് അംബ്രല ടേം ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, വിവർത്തനവുമായി ബന്ധപ്പെട്ട വിവർത്തന പഠനത്തിന് കീഴിൽ ഇതിനെ കൊണ്ടുവന്ന് നമുക്ക് അതിനെ പഠന വിഷയമാക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ഒരു കവിത പറയുന്നു, ആ കവിതയുടെ ആശയം കുറച്ചുകൂടി സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരേ ഭാഷയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ലേഷൻ. അതിനെ പറയുന്നൊരു പദമുണ്ട്, അതിനെ പറയുന്നത് ഇൻട്രാസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ആംഗലേയ ഭാഷയിലുള്ള ഒരു കവിതയെ നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അവിടെയും ഒരു ലാംഗ്വേജ് ഡൊമെയിനകത്ത് രണ്ട് ഭാഷകളുടെ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ രാമായണവും മഹാഭാരതവും നമ്മളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ട്? പക്ഷേ ഇതിൻ്റെ കഥകളും ഉപകഥകളും നമുക്ക് പരിചിതമായത് ഒരുപക്ഷെ നൃത്താവിഷ്കാരങ്ങൾ കണ്ടിട്ടോ കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടോ ഒക്കെയാണ്. ഇപ്പൊ പലരും വിലപിക്കാറുണ്ട്, വായന നശിച്ചുപോയി, കുട്ടികൾ വായിക്കുന്നില്ല, ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നില്ല എന്ന്. വായനയുടെ തലങ്ങൾ മാത്രം ആ മാറുക മാത്രമാണ് ചെയ്തതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ എപ്പോഴും നമുക്കൊരുതരം സ്റ്റിഗ്മ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പുസ്തകങ്ങളുമായിട്ട്, സഞ്ചികളിൽ നിറയെ പുസ്തകങ്ങളുമായിട്ട് നടന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ മാത്രമാണ് ബുദ്ധിജീവിയായിട്ട് ഉള്ളത്. രണ്ടാം തരമായി കാണുന്ന നൃത്തത്തെ അല്ലെങ്കിൽ കഥാപ്രസംഗത്തെയൊക്കെ പലപ്പോഴും ആ പുസ്തകം വായിക്കുന്ന ഒരാളുടെ ഒരു ലെവലിൽ കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ബുദ്ധിജീവികളായി ഭാവിക്കുന്ന പലരും കരുതാറുണ്ട്. ഒരു കഥാപ്രസംഗം കഥ പറയുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അതിൻ്റെ